ആരാ വിളിച്ചേ? അത് ബാറ്ററി വീക്ക് അല്ലല്ല, ബാറ്ററി വീണ് പോയി. അതൊന്ന് റെഡിയാക്കട്ടെ. ഹേയ് ശിവാനി, ഇന്ത്യൻ ഇക്കണോമി വല്ലാണ്ട് അങ്ങ് തകർന്നു പോയി. ഇക്കണോമി വീണ്ടും എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താ നിന്റെ അഭിപ്രായം? ഇത് ചോദിക്കാൻ വേണ്ടിട്ട് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ? സബ്ജക്ട് ഇഷ്ടമായില്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്ക്. നമ്മുടെ പരിസര മാലിന്യത്തിന്റെ കാരണം എന്താണ്? അതിന് ഉത്തരം പറയും, നോക്കട്ടെ. നാടകം കളിച്ചത് മതി. അവിടെ ഇരുന്നിട്ട് നീ എന്തിനാ എന്നെ തന്നെ നോക്കിയത്? നിന്നെ എങ്ങാനും ഞാനെങ്ങാനും ഒരു ചാൻസ്. തൃശ്ശൂർ കള്ളം പറയണ്ട. 3 തവണ ഞാൻ കണ്ടതാ അത്. പറ, എന്തിനാ നോക്കിയത്? അതോ, ബൈ മിസ്റ്റേക്ക്. സോറി, ഐ മിസ്റ്റേക്ക്. ഇനി ഒരു പ്രാവശ്യം കൂടി നീ എന്നെ അങ്ങനെ നോക്കിയാ ശിവാനി, അത് തൃശ്ശൂർ എന്താ? അത് പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ശരി എന്നാ. ഈ ടവലൊക്കെ ഇവിടെ, അല്ലെങ്കിൽ വേണ്ട. ഇവനെന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്ന? തൃശ്ശൂർ, 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 എന്താ പറ്റിയേ? അയ്യോ, ഡോറ് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. തൃശ്ശൂർ, 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 എന്താ പറ്റിയേ? അയ്യോ, ഇതകത്തുനിന്ന് പൂട്ടിയേക്കാണല്ലോ. എന്താ ചെയ്യാ? തൃശ്ശൂർ, വാതിൽ തുറക്ക്. തൃശ്ശൂർ, അയ്യോ, തൃശ്ശൂർ, എന്താ പറ്റിയേ? അയ്യോ, തൃശ്ശൂർ, എന്താ ഇത്? എന്താ ചെയ്യാ? എന്താ ഇപ്പൊ ചെയ്യാ? ശിവാനി, ശിവാനി, അത് വെക്ക്. അത് 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 എന്തിന്? നിനക്കറിയോ, എന്നെ റെസ്ലിംഗിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അത് ആര് മുന്നേ വന്നാലും ആളെ ഞാൻ തോൽപ്പിച്ചിരിക്കും. ഹാൻഡ് റെസ്ലിംഗിൽ എന്നെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല മോളെ. ഹലോ, എന്തിനപ്പ ചിരിക്കുന്നേ? ബാത്റൂമിൽ വെച്ച് ഷോക്ക് അടിച്ചപ്പോ പോലും രക്ഷപ്പെടാൻ പറ്റിയില്ല നിനക്ക്. എന്നിട്ട് ഇതിലുള്ളവരെ തോപ്പിക്കുന്നാണോ പറയുന്നത്? ഹലോ, അങ്ങനെ ഒന്നും സംസാരിക്കണ്ട. നീങ്ങാനപ്പോ അങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിലേ കരണ്ട് തന്നെ ഷോക്ക് അടിച്ച് ചത്തേനെ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ.
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? അവര് രണ്ടുപേരും റൂമിൽ കയറിയിട്ട് എത്ര നേരമായെന്നറിയോ? അതിനിപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരവിടെ അകത്ത് എന്തായിരിക്കും? നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. വെറുതെ ആലോചിച്ച് വിഷമിക്കണ്ട. ഒന്നും ആലോചിക്കാതിരുന്ന അവിടെ ഒന്നും സംഭവിക്കില്ലെന്നാ? നിനക്കൊന്നും അറിയില്ല മായേ. അല്ല, ശിവാനിയിൽ നിനക്ക് തീരെ വിശ്വാസമില്ലെന്നാണോ? ശിവാനിയുടെ മേലുണ്ട്, പക്ഷെ അവന് തീരെ വിശ്വാസമില്ല എനിക്ക്. ശിവാനി വെറും ഒരു പാവ. ഓക്കെ, വിട്ടേക്ക്. നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ ആവുന്ന കാണാൻ എനിക്ക് വയ്യ. ഞാൻ തന്നെ പോയി നോക്കിയിട്ട് വരാം. ഞാനും വരുന്നു മായ. ശരി, വാ. നീ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒന്ന് വെറുതെ ഇരിക്കോ? ഓഹോ, ഇപ്പൊ എന്താണ്? എന്നെ ആം റെസ്ലിംഗിൽ നിനക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്നാണോ? അത്രയ്ക്ക് ധൈര്യമാണോ നിനക്ക്? ഞാനെന്തിനാ നിന്നോട് മത്സരിക്കുന്നേ? ഞാനെങ്ങുമില്ല. ഓഹോ, തോറ്റു പോകുന്നുള്ള പേടിയായിരിക്കുമല്ലേ? നോക്ക് തൃശൂൽ, വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞ് എന്നെ ഇതിലേക്ക് വലിച്ചയക്കണ്ട. അത് നല്ലതിനല്ല. നിനക്ക് ജയിക്കുന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ മത്സരിക്കുന്നോണ്ടെന്താ? ഒരു കൈ നോക്കാന്നേ. ജയിച്ച എനിക്ക് എന്താ തരിക? 500 തന്നേക്കാം. തോറ്റു കഴിഞ്ഞാ നീ എനിക്കും 500 തന്നാ മതി. ശരി. ദാ, എന്റെ ക്യാഷ്, നിന്റെ പൈസ എടുത്തേ. തോൽക്കുന്ന പേടിയുള്ളവരാണ് കാശ് വെക്കുന്നത്. എനിക്ക് ആ പേടിയില്ല. ഇതെന്താണിത് ഇത്ര എളുപ്പത്തിൽ തോറ്റു വരുന്നേ? ഇല്ല 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 ഇല്ല, ഇവൾ ഒരു തവണ ജയിപ്പിച്ചിട്ട് പിന്നെ ശിവാനി, ഞാൻ തോറ്റുപോയല്ലോ. ഞാൻ മത്സരിച്ചെന്നോ? അറിഞ്ഞതേ ഇല്ലല്ലോ. ശിവാനി, നമുക്ക് ഒരു തവണ കൂടെ കളിക്കാം. വേണ്ട. അയ്യോ, അതങ്ങനെ ശരിയോ? ഇപ്പോ ആദ്യത്തേത് ട്രയൽസ് ആയിരുന്നു, ഇനിയാണ് റിയൽസ്. ഈ കളിയിൽ ആര് ജയിക്കുന്നോ അവരാണ് വിന്നർ. കമോൺ. അവിടെ എന്താ സംഭവിക്കുന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക്. സ്റ്റാഫിന്റെ ഡ്രസ് ഇട്ടിട്ട് സർവീസ് ബോയോട്ട് പോയാലോ? അപ്പൊ സംശയം തോന്നില്ലേ? പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആദ്യം നീ ഇങ്ങോട്ട് വാ. ത്രിവിക്രം, എന്തു പറ്റി? എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അവരെന്താ സംസാരിക്കുന്നതെന്ന് വായ തുറന്ന് പറയും. എന്താ ഇവിടെ നടക്കുന്നത്? മറ്റുള്ളവരുടെ റൂമിൽ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുന്നത് ഒട്ടും ശരിയല്ല. കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക്? കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇപ്പൊ തന്നെ നിങ്ങളെ പുറത്താക്കും. അല്ല, നിങ്ങളിപ്പോ ചെയ്ത കാര്യം ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? ആക്ച്വലി മാഡം, അവനെന്റെ ബ്രദറാ. സർപ്രൈസ് കൊടുക്കാന്ന് കരുതിയ. ബ്രദറോ? എന്നാ പിന്നെ ഇപ്പൊ തന്നെ ചോദിക്കാം. വേണ്ട, ബിസിയാന്ന് തോന്നുന്നു. ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. ഈ ഹോട്ടൽ വളരെ റെപ്യൂട്ടഡ് ആണ്. ഇതൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റില്ല. ഇറ്റ്സ് പണിഷബിൾ ഒഫൻസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ പ്ലീസ്. കാശുതാ. ശരി, തരാം.
ശിവാനി പ്ലീസ്, നമുക്ക് ഒരു തവണ കൂടി കളിക്കാം. ഇല്ല, ഞാനില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവാ. അത് പിന്നെ ഒന്നീ പിഴച്ച മൂന്നെന്ന. ഓക്കെ, ഈ കളിയിൽ ആര് ജയിക്കുന്നോ അവരാണ് വിന്നർ ഓഫ് ദ സീരീസ്. ഓക്കെ, പ്ലീസ് പ്ലീസ് വാ ശിവാനി. ഒന്ന് വാ ശിവാനി, ചുമ്മാ അങ്ങനെ ഒന്ന് വാ പ്ലീസ്. വാ വാ. ശരി. കാശില്ല, ഞാൻ പിന്നെ തരാം. ശരി, എന്നാ ഇനി ഒരു തവണ കൂടെ കളിക്ക്. കാശ് ഞാൻ പിന്നീട് തന്നേക്കാം. ഓക്കെ. തൃശ്ശൂൽ, ഒരു മിനിറ്റ്. ജയിക്കാൻ വേണ്ടിയാണോ നീ വീണ്ടും വീണ്ടും മത്സരിക്കുന്നത്? അതോ ഈ പേരും പറഞ്ഞ് എന്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കാന്ന് വിചാരിച്ചിട്ടാണോ? കണ്ടുപിടിച്ചോന്നല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നിന്നോടാ ഞാൻ ചോദിച്ചത്. വേണ്ട വേണ്ട, ഈ കളി ഇത്രയും മതി, ഞാൻ നിർത്തുവാ. അപ്പോ ഇത്രയും നേരം നാടകം കളിച്ചതാ അല്ലേ? പിന്നെ ഞാൻ അയ്യോ, ശിവാനി ശിവാനി. നീ അങ്ങോട്ട് പോയിരുന്നോ? അവരവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അത് അവര് തമ്മിൽ അടുക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അവര് കൂടുതൽ അടുക്കാൻ തുടങ്ങിയെന്നോ? അതെങ്ങനെ സംഭവിക്കുക? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇല്ല, അവരൊരു കാരണവശാലും കൂടുതൽ അടുക്കരുത്. എന്റെ ഗേൾഫ്രണ്ടിനോട് അവൻ കൂടുതൽ അടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. മായ, ത്രിവിക്രം നിക്ക. നീ അങ്ങോട്ട് പോയാൽ അത് വലിയ പ്രശ്നമാവും. ഞാനിപ്പോ അങ്ങോട്ട് പോയില്ലെങ്കിൽ ശിവാനി എനിക്ക് നഷ്ടമാവില്ലേ? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ സമാധാനമായിട്ടിരിക്കെ. ഇവിടെ നടക്കുന്നതെല്ലാം കണ്ടിട്ടും ഞാൻ സമാധാനമായിട്ടിരിക്കണം അല്ലേ? നമ്മളിവിടെ വന്ന കാര്യം തന്നെ വേറെയാ. ആദ്യം അത് കഴിയട്ടെ. തൽക്കാലം ശിവാനിയും തൃശൂലും ഒന്നാവാൻ ഒരു സാധ്യതയുമില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ നീ തടയാൻ നോക്കണ്ട. തൃശ്ശൂർ, നീ എങ്ങോട്ടാ എന്നെ കൊണ്ടുവന്നേ? നീ വാ, മനസ്സിലാവും. നിന്റെ കളി മതിയാക്ക തൃശ്ശൂർ. ഞാൻ ഇവിടെ വന്നത് നിന്റെ കൂടെ ഇങ്ങനെ കറങ്ങാനല്ല, അമ്പലത്തിലേക്കാ. സ്വാമിയുടെ കാര്യത്തോടൊപ്പം സ്വകാര്യവും ആവണമല്ലോ. വാ പറയാം. തൃശ്ശൂർ, ഇവിടെ എന്താ ഉള്ളത്? തൃശ്ശൂർ, ഇവനത് എവിടെ പോയി? തൃശ്ശൂർ, എന്ത് ഭംഗിയാ ഈ സ്ഥലം കാണാൻ. ഇതാ ശിവാനി, എന്റെ കയ്യിൽ നിന്ന് നിനക്കുള്ള ചെറിയൊരു സമ്മാനം.
ഇതെന്താ തൃശൂൽ കണ്ണാടി തന്നിരിക്കുന്നെ? സമ്മാനമായിട്ട് കണ്ണാടി കൊടുത്തതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല. ശിവാനി, നീ തന്നെ വലിയൊരു അത്ഭുതം. നിനക്ക് വേറൊരു അത്ഭുതത്തെ ഗിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാ എന്നെ കൊണ്ട് നടക്കില്ല. അതുകൊണ്ടാ നിനക്ക് ഞാൻ നിന്നെ തന്നെ തന്നെ. ശിവാനി, എനിക്കൊരാഗ്രഹമുണ്ട്. ഈ കണ്ണാടി നിന്റെ ചിരിക്കുന്ന മുഖം മാത്രമേ കാണാൻ പാടുള്ളൂ. ഒരിക്കലും നിന്റെ ദുഃഖം കാണരുത്. നീ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉത്തരവാദിത്തം എന്റെ മാത്രമായിരിക്കും. നീ എന്റെ ലൈഫിലോട്ട് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോഴേ എന്റെ ഹാർട്ട് എനിക്കൊരു ഗ്രീൻ സിഗ്നൽ തന്നായിരുന്നു. അന്നാ ഞാൻ തീരുമാനിച്ചതാ, ഈ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടിയാണെന്ന്. തൃശൂർ, എനിക്ക് നിന്നെ കാണുമ്പോ നീയാണ് എന്റെ ജീവിതത്തിന്റെ വിളക്കെന്ന് തോന്നാം. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നീ വിളക്കല്ല ട്യൂബ്ലൈറ്റ് ആണെന്ന്. ശിവാനി, നിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാ നേടിയെടുത്തെ. കഷ്ടപ്പെട്ട് നേടിയെടുത്തതിന് ആരും നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കില്ലല്ലോ.